4 വയസ്സുകാരനായ മകനെ കൊന്ന ട്രാവൽ ബാഗിലാക്കിയ യുവതി അറസ്റ്റിൽ. ബംഗളൂരുവിലെ സ്റ്റാർട്ടപ്പ് കമ്പനിയായ മൈൻഡ്ഫുൾ ലാബിന്റെ സിഇഒ സുജന സേത്താണ് ചിത്രദുർഗയിൽ നിന്ന് അറസ്റ്റിലായത്. വിനയ് ഉണ്ണിയുണ്ട്. വിനയ്, ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഗോവയിൽ നിന്നും വരുന്നത്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ബംഗളൂരു സ്വദേശിനിയായ സുജന സേത്ത് 4 വയസ്സുകാരനായ മകനെയും കൊണ്ട് ഈ ഉത്തര ഗോവയിലുള്ള കണ്ടോളിനിയിലെ ഒരു ഹോട്ടലിൽ മുറിയെടുത്തത്. ഇന്നലെ വൈകിട്ടോട് കൂടി ഇവർ ടാക്സി കാറിൽ ബംഗളൂരുവിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ ഈ താമസിച്ചിരുന്ന മുറിയിൽ രക്തക്കറ കണ്ടതോടുകൂടിയാണ് സംശയം തോന്നിയ ഹോട്ടലുകാർ വിവരം ഗോവൻ പോലീസിനെ അറിയിച്ചത്. പിന്നീട് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സുജന മാത്രമാണ് ഹോട്ടലിൽ നിന്നും മടങ്ങിയതെന്നും മകനെ കണ്ടില്ലെന്നും ഈ ദൃശ്യങ്ങളിൽ ഈ മകനെയും കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. തുടർന്ന് പോലീസ് തന്ത്രപൂർവ്വം തന്നെ ഈ ഗോവയിൽ നിന്നും പുറപ്പെട്ട ടാക്സി ഡ്രൈവറെ ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോഴേക്കും കാർ ഗോവൻ അതിർത്തി കടന്ന് കർണാടകയിലെ ചിത്രദുർഗയിൽ എത്തിയിരുന്നു. തുടർന്ന് പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഡ്രൈവർ ഈ ചിത്രദുർഗയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കാർ എത്തിച്ചത്. ഇതിനിടെ മകനെ കുറിച്ച് ഈ സുജന സേത്തിനോട് ചോദിച്ചപ്പോൾ മകൻ തന്റെ ഒരു സുഹൃത്തിന്റെ കൂടെ ഉണ്ടെന്നായിരുന്നു മറുപടി പറഞ്ഞത്. പക്ഷേ പിന്നാലെ കാറിൽ നടത്തിയ പരിശോധനയിൽ ഈ ട്രാവൽ ബാഗിൽ നിന്നും ഈ 4 വയസ്സുകാരനായ മകന്റെ മൃതദേഹം പോലീസ് കണ്ടെടുക്കുകയായിരുന്നു. തുടർന്ന് ഗോവൻ പോലീസ് സ്ഥലത്തെത്തി ചിത്രദുർഗയിൽ എത്തുകയും സുജന സേത്തിനെ കസ്റ്റഡിയിൽ വാങ്ങി ഇപ്പോൾ ഗോവയിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. വൈകാതെ തെളിവെടുപ്പ് ഈ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. 2020 സുജന സേത്ത് ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടിയത്. ഭർത്താവ് ഒരു മലയാളിയാണ്. അദ്ദേഹത്തിന് മലേഷ്യൻ പാസ്പോർട്ടുള്ള ഒരു മലയാളിയാണ്. പിന്നീട് എല്ലാ ഞായറാഴ്ചകളിലും ഈ കുട്ടിയെ അച്ഛനോടൊപ്പം വിടണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ കോടതി നിർദ്ദേശം തടയാൻ വേണ്ടിയാണ് മകനെ കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ സുജന സേത്ത് ഗോവൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്നതിലും വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് വന്നിരിക്കുന്നത്. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി CEO കൂടിയായ സുജന സേത്ത് വിവരങ്ങൾ നൽകിയത്.